ഈ ഇലക്ഷനകത്ത് കേരളത്തിൽ ഒരു മിനിമം ഒരു BJP സ്ഥാനാർത്ഥിയെങ്കിലും, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, CPM ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി പടുകുഴിയിലെറിയേണ്ട ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ. കാര്യം അച്യുതാനന്ദനെ അടിതെറ്റിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ശത്രുവിൻ്റെ ശത്രു മിത്രം. EMS തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യ ശത്രുവിനെ നേരിടാനായിട്ട് ഏത് ചെകുത്താനെയും കൂട്ടുപിടിക്കാവുന്ന. ഗസി വേണുഗോപാലിനെയൊക്കെ കാലുവാരി അടിക്കാൻ കിട്ടുന്ന പഴുത് അവർ ഉപയോഗിക്കത്തില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല. ഈ കമ്മ്യൂണിസ്റ്റ് CPM വോട്ട് 40% ഈഴ വോട്ടുകളാണല്ലോ. ആ വോട്ട് എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പൊക്കൂടാ? കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മാത്രമല്ലായിരുന്നു, പക്ഷെ ഇത്തവണ അതല്ല അവസ്ഥ. ഈ പാർലമെൻറ്റിൽ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന NK പ്രേമേന്ദ്രനെ നേരിടാൻ LDF കണ്ടത് മുകേഷിനെയാണ്. പക്ഷേ ആ മുകേഷിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് അവിടെ പോയിട്ട് കാര്യങ്ങൾ പറയാമെന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അഭിനേതാവാണ്, ഞാൻ അഭിനയിച്ച് കാണിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. ചിലർ പരിഹാസത്തോടു കൂടിയിട്ട് അത് BJP കാൻഡിഡേറ്റാണ് പിക്ക് ചെയ്യുന്നത്, പ്രേമേന്ദ്രൻ പോലെയല്ല. BJP കാൻഡിഡേറ്റാണ് പറയുന്നത്. ഇത് എൻ്റെ സഹപ്രവർത്തകനായ മുകേഷ് ഈ രീതിയിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അല്ലെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ NK പ്രേമേന്ദ്രനുമായിട്ട് മത്സരമില്ല. മറ്റ് രണ്ട് കാൻഡിഡേറ്റ് അവർ തമ്മിലാണ് മത്സരം. അത് BJP കാൻഡിഡേറ്റ് വോട്ട് കൂട്ടാനും അല്ലെങ്കിൽ മുകേഷിൻ്റെ വോട്ട് കുറയ്ക്കാനുമുള്ള ആ ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് പലപ്പോഴും ഇവരുടെ ഒരു പ്രസ്താവന യുദ്ധം കാണുമ്പോൾ തോന്നുക. പ്രത്യേകിച്ച് അവസാന നിമിഷമാണ് BJP കാൻഡിഡേറ്റിൻ്റെ എൻട്രി. ആ എൻട്രി SFI അദ്ദേഹത്തെ തടയുന്നു. വലിയൊരു മാസ് എൻട്രി ആക്കി കൊടുത്തു. അതെ, അങ്ങനെയാണ് നോക്കി കാണുന്നത്. അത് പിന്നെ നമ്മളൊരു SFIയുടെ ഒന്നാമത് അവരൊരു മുഖം വികൃതമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇതെല്ലാം നടന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു സംശയം, ഈ ഇലക്ഷനകത്ത് കേരളത്തിൽ ഒരു മിനിമം ഒരു BJP സ്ഥാനാർത്ഥിയെങ്കിലും, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥാനാർത്ഥിയെങ്കിലും കേരളത്തിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പോവേണ്ടിയത് BJPയുടെ ആവശ്യമല്ല, അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും CPMൻ്റെ ആവശ്യമാണ്. തൃശ്ശൂർ ഫണ്ട് മരവിപ്പിച്ച് അതൊന്നും ഒരു ഘടകമൊന്നുമല്ല. അവർക്കറിയാം, ഒരു 5-6 കോടി രൂപ മരവിപ്പിച്ച കാശില്ലാത്ത പാർട്ടിയാണോ CPM. പിന്നെ ഇതൊക്കെ ഒരു പുറമേക്ക് ഉള്ള ഒരു ചില പ്രഹസനങ്ങൾ, അതിനപ്പുറത്ത് ഒരു അടിയൊഴുക്ക് ഉണ്ട് കേരളത്തിനകത്ത്. എവിടെയൊക്കെയോ ഒരു അടിയൊഴുക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ അടിയൊഴുക്ക് കൊല്ലത്തായാൽ എന്തുകൊണ്ട് കൊല്ലത്തായിക്കൂടാ എന്ന് ഞാൻ സംശയിക്കുന്നു. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPMന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്തി പടുകുഴിയിലെറിയേണ്ട ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ. ഈ പ്രേമേന്ദ്രനെ ഇനിയെങ്കിലും തോൽപ്പിച്ചില്ലെങ്കിൽ അവർക്ക് രക്ഷയില്ല. ഒന്ന്. രണ്ടാമത്, ഈ പ്രേമേന്ദ്രൻ ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ അവർക്ക് പ്രേമേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ കീ സിംഗറായിരുന്ന ബേബി ജോണിൻ്റെ മകൻ ഷിബു ബേബി ജോൺ അവർക്ക് സ്വീകാര്യനാണ്. രാഷ്ട്രീയത്തിനകത്ത് അത്ര വലിയ പേരുദോഷമൊന്നും കേൾപ്പിക്കാത്ത A അസീസ് അവർക്ക് സ്വീകാര്യനാണ്. അങ്ങനെ അവർക്ക് സ്വീകാര്യരായിട്ടുള്ള പലരും RSPക്കകത്തുണ്ട്. പിന്നെ മാത്രമല്ല RSP ഒരു ഇടതുപക്ഷ പാർട്ടിയുമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ RSP അവർക്ക് ആവശ്യമുണ്ട്. പക്ഷേ പ്രേമേന്ദ്രനെ അവർക്ക് ഉൾക്കൊള്ളാനും വയ്യ. അപ്പോൾ പ്രേമേന്ദ്രനെ സൗകര്യപൂർവ്വം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് RSPയെ അവർക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രേമേന്ദ്രൻ തോക്കണം. ഇവിടെ പ്രേമേന്ദ്രൻ തോക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു അടിയൊഴുക്ക് ഉണ്ടെങ്കിൽ സംഭവിക്കത്തുള്ളൂ. ചിലപ്പോൾ അത് സംഭവിച്ചുകൂടാമെന്നുണ്ടോ? അങ്ങനെ ഒരു സംശയം എനിക്കില്ലാതില്ല. കാര്യം അച്യുതാനന്ദനെ അടിതെറ്റിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതും അച്യുതാനന്ദൻ്റെ ഈറ്റില്ലമായിട്ടുള്ള ആലപ്പുഴയിൽ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? അത്രയൊന്നും അച്യുതാനന്ദനല്ലല്ലോ പ്രേമേന്ദ്രൻ. അല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിൽ, ഈ മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ കാര്യം എടുത്തു നോക്കിയാൽ എവിടെയും ഈ മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്തായാലും സാമ്പത്തിക വിനിമയത്തിലായാലും എല്ലാം നിയന്ത്രണം സംഘപരിവാർ സംഘങ്ങൾക്കുണ്ട്.
ഇത്തവണ പല മണ്ഡലങ്ങളിലും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷമായിട്ട് ഇറങ്ങുന്നില്ല. ഇല്ല. ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചത് കൊല്ലം ജില്ലയിൽ സംഘപരിവാർ പ്രവർത്തകർ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇവിടെ NDAയിൽ സജീവമാണെന്നുള്ളതാണ്. അതെ അതെ അതെ. ഒരു ജില്ലയിലും കാണാത്ത ഒരു നീക്കുപോക്ക് സംഘപരിവാർ കേന്ദ്രങ്ങൾ സജീവമായി ഇവിടെ കാണിക്കുന്നു. ചേട്ടൻ നേരത്തെ ഉന്നയിച്ചു CPM നേതൃത്വവുമായി ഒരു ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലെ മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള അടിയൊഴുക്ക് ഉണ്ടാകാം. പിന്നെ നമ്മൾ എന്തെല്ലാം രാഷ്ട്രീയം പറഞ്ഞാലും CPMന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രു പ്രേമേന്ദ്രൻ തന്നെയാണ്. അപ്പം ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം, അതാണല്ലോ നമ്മുടെ ഒരു നാട്ടു നടപ്പ്. CPMന്റെ ശത്രു പ്രേമേന്ദ്രനാണ്. ആ പ്രേമേന്ദ്രനെ തോൽപ്പിക്കേണ്ട ബാക്കി ഏത് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും തലതൊട്ടപ്പനുള്ള EMS പറഞ്ഞിട്ടുണ്ട്, മുഖ്യ ശത്രുവിനെ നേരിടാനായിട്ട് ഏത് ജഗത്താനെയും കൂട്ടുപിടിക്കാവുന്ന. നിങ്ങൾ ആലപ്പുഴയിൽ പോയിട്ട് വന്നവരാ. ആലപ്പുഴയിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗം നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുകയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ 1,80,000 വോട്ട് അടുപ്പിച്ച് വോട്ട് പിടിച്ചു. ആ വോട്ട് പിടിക്കുമ്പം രാധാകൃഷ്ണൻ ഒരു ധീവര സമുദായ അംഗമാണ്. ആലപ്പുഴ മണ്ഡലത്തിൽപ്പെട്ട കരുനാഗപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ആ ഭാഗത്തൊക്കെ ധീവരർക്ക് നല്ല ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുമാണ്. ഇപ്രാവശ്യം മത്സരിക്കുന്ന ധീവര സമുദായമല്ല. ഇപ്രാവശ്യം മത്സരിക്കുന്നത് ഈഴവക്കാരപ്പം ആലപ്പുഴ ഒരു ഈഴവ മെജോറിറ്റി ഉള്ളൊരു മണ്ഡലമാണ്. വെള്ളാപ്പള്ളിയുടെ ഒരു സ്വന്തം സ്ഥലമാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മോൻ BDJS എന്നും വേണ്ട നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നൽകിയിട്ടുമുണ്ട്. അവിടെ ആരാ എതിർ സ്ഥാനാർത്ഥി? കോൺഗ്രസിൻ്റെ KC വേണുഗോപാൽ. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ ജനറൽ സെക്രട്ടറി അല്ലേ? ഈ ജനറൽ സെക്രട്ടറിയെ ഒരടിയടിച്ചിടേണ്ടതൊക്കെ ഇപ്പം ദൈവം സഹായിച്ച് ഈ കേരളത്തിന് പുറത്ത് ഒന്നിച്ച് മത്സരിക്കുന്നെങ്കിലും ഈ BJP വിരുദ്ധതയൊന്നുമല്ല. BJPക്ക് കോൺഗ്രസ് വിമുക്ത ഭാരതം വേണം, CPMന് കോൺഗ്രസ് വിമുക്ത കേരളവും വേണം. അപ്പോൾ അതിന് ഈ KC വേണുഗോപാലിനെയൊക്കെ കാലുവാരി അടിക്കാൻ കിട്ടുന്ന പഴുത് അവർ ഉപയോഗിക്കത്തില്ല എന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ അവിടെ അന്നേരം സ്വാഭാവികമായിട്ടും അവരുടെ സ്ഥാനാർത്ഥി ആരിഫ് 3-ാം സ്ഥാനത്തൊക്കെ പോവാം. വേറെ അതിന് സർക്കംസ്റ്റാൻസസ് വേറെ ഉണ്ട്. ആരിഫിന് മണ്ഡലത്തിനകത്തുള്ള പൊതുവായിട്ടുള്ള അസ്വീകാര്യത, ഈ പാർട്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ള ജില്ല ആലപ്പുഴയാണ്, കൊഴിഞ്ഞുപോക്കുള്ള ജില്ല ആലപ്പുഴയാണ്. സുധാകരനെ പോലെ ഒരു പ്രധാന നേതാവിന് എതിർപ്പുള്ള ജില്ലയാണ് ആലപ്പുഴ. അവിടെ ആരിഫ് 3ാമത് പോയി. ആരിഫ് വിരുദ്ധ വോട്ടുകൾ BJPക്ക് ഇരവ വോട്ടുകളാണേ. ഈ കമ്മ്യൂണിസ്റ്റ് CPMന്റെ വോട്ട് 40% ഇരവ വോട്ടുകളാണല്ലോ. ആ വോട്ട് എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പൊക്കൂടാ? പോയി കഴിഞ്ഞാൽ KC വേണുഗോപാൽ തോക്കത്തില്ലേ? ആ തോൽവി CPMന് ഇഷ്ടമല്ലേ? അപ്പോഴവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കും. ഞങ്ങൾക്ക് പ്രത്യുപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് എന്താ ദോഷം? ഇതൊക്കെ ഈ ഇലക്ഷനകത്ത് അങ്ങനെ ഒരു അടിയൊഴുക്ക് ഞാൻ കാണുന്നു. ദേശീയ പല സർവേകളിൽ കേരളത്തിൽ BJP 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. 3 അക്കൗണ്ട്. അതിൽ പ്രധാനമന്ത്രി എണ്ണം 2 ഞങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞത്. പക്ഷെ ഏതാണെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ഒന്ന് തൃശ്ശൂരാണെന്നുള്ള ഉറപ്പിലാണ് കേരളത്തിൽ പൊതുവെ എല്ലാവരും. പക്ഷെ അതിനെ കവച്ചു വെച്ചുകൊണ്ട് ചിലപ്പോ പറഞ്ഞാൽ കൊല്ലത്ത് BJP പിടിക്കത്തില്ല. കൊല്ലത്ത് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടത്തില്ല. കൊല്ലത്തിന്റെ ഒരു BJPന്റെ വോട്ടിംഗ് ശതമാനം ഇല്ല, അത്രയൊന്നുമില്ല. ഒരു 2014 58,000-ലും അത്രയൊക്കെ 1,00,000 അടിയൊഴുക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചതേ. ഇപ്പം കൊല്ലത്ത് ഈ BJP സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്. BJPയുടെ വോട്ട് എന്തുകൊണ്ട് CPMന് കൊടുത്തുകൂടാ? BJPയുടെ സ്ഥാനാർത്ഥി കൊല്ലത്ത് ജയിച്ചാൽ അത് വ്യക്തമാവും, ആ അടിയൊഴുക്ക് വ്യക്തമാവും. നേരെ മറിച്ചിട്ട് മുകേഷ് ജയിക്കുകയും BJPയുടെ വോട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ
അത് വ്യക്തമാവത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീരിയൽ നടനുള്ളതിനപ്പുറത്തോട്ട് പ്രസക്തി ഒന്നും ഇല്ലാത്ത ഒരാളാണ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. അതുകൊണ്ടാണ് മുകേഷ് ഒരു ഫിലിം സ്റ്റാറാണ്, 2 ടേമായിട്ട് MLA ആണ്, മണ്ഡലത്തിൻ്റെ വികസന നായകനാണ്, അതുകൊണ്ട് ജയിച്ചു. മറ്റേ ആൾ സംഖ്യയാവാൻ പോയി, അതുകൊണ്ട് തോറ്റു. പറയാൻ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഒന്ന് ഒതുക്കി പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന 2 ജില്ലയാണ് കൊല്ലവും ആലപ്പുഴയും. അപ്പോൾ ഒരു സ്ഥലത്തൊരു സഹായം, മറുഭാഗത്ത് മറ്റൊരു തിരിച്ചൊരു സഹായം. അങ്ങനെ ഒരു രാഷ്ട്രീയ ഇതിൻ്റെയൊക്കെ ആത്യന്തിക സഹായം വേറെ പോകും. അത് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ ആത്യന്തിക സഹായം വേറെ പോകുമെന്നറിയാമല്ലോ. അതാണ് ലക്ഷ്യം. അല്ല, അത്തരം ഒരു നീക്കുപോക്കുകളാണോ ഉള്ളിൽ? അത്രയൊക്കെ നീക്കുപോക്ക് ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM-നെ സംബന്ധിച്ച് അവരുടെ ചിഹ്നം നിലനിർത്തുക എന്ന വിഷയം കൂടി ഉണ്ട്. അപ്പോൾ അത്തരം നീക്കുപോക്കുകളിലേക്ക് പോകുമ്പോൾ ചിഹ്നം അവരെ നിലനിൽപ്പിനെക്കാട്ടി വലുതല്ലല്ലോ ചിഹ്നം നിലനിൽക്കുന്നത്. ഇപ്പോൾ അവരെ നിലനിൽപ്പ് ശരി, പക്ഷെ കഴിഞ്ഞ തവണ അവർക്ക് കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞ ആരിഫാണ്. അല്ല, അവർക്ക് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മാത്രമല്ലായിരുന്നു. പക്ഷെ ഇത്തവണ അതല്ല അവസ്ഥ. ഇത്തവണ അവർക്ക് കേരളത്തിൽ അധികം കൂടുതൽ സീറ്റ് കിട്ടും. അവർക്കൊരു കേരളത്തിൽ തന്നെ ഒരു 4-5 സീറ്റ് കിട്ടും. അത് വേറെ കേസ്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ പോയ സമയത്തും ഒരു രാഹുൽ ഗാന്ധി തരംഗത്തിൽ പോലും ആലപ്പുഴ എന്തുകൊണ്ട് ഒരു ആരിഫിൻ്റെ കയ്യിൽ CPM-ൻ്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് വെച്ചാൽ അവിടെ പ്രളയകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടായ പ്രവർത്തനം അതാണ് മെയിനായിട്ട് ഹരിത്. അപ്പോൾ ഇത്തവണയും പല ആളുകളോടും ചോദിക്കുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. KC-നെ പോലുള്ള ആൾ വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ പോലും എത്താൻ പറ്റാത്ത ഒരാളെ എങ്ങനെയാണ് മണ്ഡലത്തിൽ നോക്കാൻ പറ്റുമെന്ന് ചിന്തയുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശോഭാ സുരേന്ദ്രൻ എല്ലാ ഭാഗത്തും ഓടി എത്തുന്നൊരു തന്നെ. അപ്പം ആരിഫുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴ ചിത്രത്തിൽ ശോഭാ സുരേന്ദ്രനും ആരിഫും നിറഞ്ഞു നിൽക്കുക. ഇതിനകത്ത് പിന്നെ ഈ KC വേണുഗോപാൽ MLA-യും മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു MLA-ക്ക് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് മണ്ഡലത്തിൽ കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റും. അതിലൊക്കെ അപ്പുറത്ത് ഈ ഇവർ കൊട്ടിഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തോന്ന് നെഞ്ചേറ്റി KC ആലപ്പുഴ. ഞാനുമൊക്കെ ആ കാലത്തുമൊക്കെ ഇതിനകത്തൊക്കെ ഇവിടെയൊക്കെ ഉള്ളവരാ. KC വേണുഗോപാൽ അന്ന് കുറച്ച് കനാൽ നവീകരിച്ച് അതൊക്കെ അല്ലാതെ വേറെ ആലപ്പുഴയ്ക്ക് എന്തോ ചെയ്ത്. ഇപ്പോഴും ആലപ്പുഴ വഴി ആലപ്പുഴ തന്നെ. ഇപ്പോൾ ആ കനാലൊക്കെ പായൽ മൂടി ഒന്നും കൂടെ. അല്ലാതെ അയാൾ KC അങ്ങനെ ഇവരിങ്ങനെ കൊട്ടിഘോഷിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴ അങ്ങ് ശരിക്കും ബെനീസാക്കിയതൊന്നുമില്ല KC. അപ്പം അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല KCക്ക് അവിടെ. പറയുക ഇതൊക്കെ അങ്ങ് പറഞ്ഞ് പരത്തിയല്ലയോ.